ലോകം ഉറ്റുനോക്കുന്ന നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ചൈനയിൽ ടിയാൻജിനിലാണ് ഇരു നേതാക്കളും ഇപ്പോൾ ചർച്ച നടത്തുന്നത്. നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ തീരുവ ഭീഷണി വിഷയമാകുമോ എന്നത് ശ്രദ്ധേയമാണ്. 7 വർഷത്തിന് ശേഷമാണ് ചൈനയിൽ ഇരു നേതാക്കളും തമ്മിൽ നേരിട്ട് കാണുന്നത്. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിനിടെ നടക്കുന്ന ഇന്ത്യ ചൈന കൂടിക്കാഴ്ച, ഷീ ജിൻപിങ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച, അത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെ തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വരും എന്നത് സംബന്ധിച്ചുള്ള ആകാംക്ഷയിലാണ് ലോകമുള്ളത്. കൂടിക്കാഴ്ച തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ ചൈന റഷ്യ ധാരണ ശക്തമാകാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിലുള്ള കൂടിക്കാഴ്ച, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമാണ്, എങ്ങനെയാണ് ആ കൂടിക്കാഴ്ചയെ വിലയിരുത്തേണ്ടത്? പി ജെയിംസ്. റീജിത്ത്, ഒരുപക്ഷെ വളരെ നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ചൈനയുടെ തീരദേശ നഗരമായിട്ടുള്ള ടിയാൻജിനിൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ കൂടിക്കാഴ്ച പിന്നിട്ട് കഴിഞ്ഞു. 40 മിനിറ്റാണ് കൂടിക്കാഴ്ചയുടെ സമയം. അതുകൊണ്ട് ഏതാണ്ട് അടുത്ത 10 മിനിറ്റിനുള്ളിൽ കൂടിക്കാഴ്ച അവസാനിക്കാനാണ് സാധ്യത. എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് പുറത്തു വരും. എന്തായാലും ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്നൊക്കെ നിറയെ മാധ്യമങ്ങൾ അവിടെ നിന്ന് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ഇതനുസരിച്ച് ഇന്ത്യയും ചൈനയും പല കാര്യങ്ങളിലും ഒരുമിച്ച് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് തീരുവ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈന ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്, അവസരമായിട്ടാണ് കാണുന്നത്. ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാവും. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം കൈവരുന്നത് അമേരിക്കയുടെ തീരുവ യുദ്ധം നേരിടുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. ഒപ്പം തന്നെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇതേ പ്രശ്നങ്ങളുണ്ട്. യുക്രൈൻ യുദ്ധത്തിനിടയിൽ അമേരിക്ക വലിയ ഉപരോധങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കാനുള്ളൊരു സാധ്യതയാണ് ഈ ടിയാൻജിനിൽ നടക്കാൻ പോകുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി. അതിൽ 20 രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഈ 3 രാജ്യങ്ങളാണ് ഇപ്പോൾ ലോക ശ്രദ്ധയിൽ നിൽക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര നേരത്തെ പറഞ്ഞ പോലെ 7 വർഷത്തിന് ശേഷം ചൈനയിലേക്കുള്ള യാത്രയാണ്. ഗാൽവൻ താഴ്വരയിലെ ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ്. ഒരുപാട് വൈകാരികമാണ് ആ യാത്ര. പ്രത്യേകിച്ച് ഒരു ശത്രു രാജ്യത്തേക്ക്, ഒരുപക്ഷെ അമേരിക്കയുമായിട്ട് സംഘർഷത്തിന് നിൽക്കെ പോകുന്ന യാത്രയ്ക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു. അവിടുത്തെ ചൈനീസ് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലാണ് മോദിയെ വരവേൽക്കുന്നതും പിന്തുണയ്ക്കുന്നതും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ സൂക്ഷ്മതയോടെയാണ് ഈ ബന്ധത്തെ കാണുന്നത്. അമേരിക്കയെ പൂർണ്ണമായിട്ട് തള്ളാൻ ഇന്ത്യ തയ്യാറാവുന്നില്ല. പക്ഷേ ട്രംപിൻ്റെ ഈ നയത്തോട് ഒരു തരത്തിലും മുട്ടുമടക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. റീജിത്ത്, നമ്മൾ ഓർക്കുന്നുണ്ട് 1954 ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ഇതുണ്ടോ, പഞ്ചശീല തത്വങ്ങൾ നടപ്പാക്കിയ 1954 നെഹ്റുവിൻ്റെ, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ യാത്രയോടെയാണ് ഇന്ത്യയുടെ ചൈനയിലെ യാത്ര തുടങ്ങുന്നത്. പിന്നീട് AB വാജ്പേയിയുടെ ചൈനീസ് യാത്രയും വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പൊതുവേ ഇന്ത്യക്കാരായിട്ടുള്ള പ്രധാനമന്ത്രിമാർ വളരെ കുറച്ച് ചൈനയിലേക്ക് പോയിട്ടുള്ളൂ. പ്രത്യേകിച്ച് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ഇന്ത്യയും ചൈനയും എല്ലാ കാലത്തും ശത്രുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ആകെ 2-3 പ്രധാനമന്ത്രിമാരാണ് അവിടെ എത്തിയിട്ടുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2018 ജൂണിലാണ് അദ്ദേഹം പോയത്. ഏറ്റവും അവസാനമായി പോയത് അന്നാണ്. 7 വർഷത്തിന് ശേഷം വീണ്ടും ചെല്ലുന്നു. 2019 ഷി ജിൻപിങ് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയിരുന്നു. അന്നൊക്കെ അത് വലിയ വാർത്തയായിരുന്നു. എന്തായാലും ഏറ്റവും അവസാനം അവർ കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയിലെ കസാനിൽ 10 മാസം മുമ്പാണ്. അന്നാണ് ബ്രിക്സ് സമ്മേളനത്തിൽ വെച്ച് അവർ തമ്മിൽ ഈ ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോഴും ആ പ്രശ്നങ്ങൾ പൂർണ്ണമായി തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിർത്തി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്ക പറയുന്നത് അങ്ങനെയൊന്നും ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധമുണ്ടാവില്ല, ഒരുപാട് സങ്കീർണ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത രീതിയിലൊരു തിരിച്ചടി നൽകുന്ന രീതിയിലാണ് അവിടെ ചൈന ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. റീജിത്ത്, വേറൊരു കാര്യം കൂടി ഉള്ളത്, ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഓർഗനൈസേഷൻ്റെ യോഗത്തിന് ശേഷം സെപ്റ്റംബർ 3-ാം തീയതി അവിടെ വലിയൊരു സൈനിക പരേഡ് ചൈന സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യ പങ്കെടുക്കുന്നില്ല. പക്ഷേ 30ഓളം രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റും ഇറാൻ പ്രസിഡന്റും അടക്കം നിരവധി രാഷ്ട്രതലവന്മാർ അതിൽ പങ്കെടുക്കുന്നു. 10,000-ഓളം സൈനികർ, 100-ലേറെ പുതിയ യുദ്ധവിമാനങ്ങളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിലൊരു ലോകക്രമം തന്നെ
മാറിമറിയുന്നു എന്ന ചിന്തയുണ്ടാക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. പക്ഷെ ചൈനയും റഷ്യയും തമ്മിലുള്ള ഈ ശരി, അമേരിക്കയുടെ കൂട്ടുകെട്ടില് തീരുവ ഭീഷണി നേരിടുന്ന വലിയ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും നിർണായകമായ കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയാണ്. എന്തൊക്കെ തീരുമാനങ്ങളാണ് തീരുവ ഭീഷണി നേരിടുന്നതിൽ രൂപപ്പെട്ടു വരിക എന്നുള്ളത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. മറ്റൊന്ന് റഷ്യയുടെ സാന്നിധ്യമാണ്. റഷ്യയുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ ചർച്ച നടക്കുന്നത്. ഡിസംബറിൽ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം അടക്കം തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സഖ്യം, ഈ ധാരണ, മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയും കൂട്ടായ്മയും അതിശക്തമായി രൂപപ്പെട്ടു വരുന്നുവെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.